ഹലോ, നമ്മളൊന്നേ ചട്ടിനി ദോശയായിട്ട് ഉണ്ടാക്കുന്നത് സാമ്പാർ ഉണ്ടാക്കാം. ആദ്യം പരിപ്പും കഷ്ണങ്ങളും വേവിച്ചെടുക്കട്ടോ. വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കത് ചോദിക്കട്ടെ. അതിലേക്ക് കടുകും ഉലുവയും ചെറിയ ജീരകവും ഇട്ട് ഉണക്കമുളകും കറിവേപ്പിലയും വെളിച്ചെണ്ണയിലാണ് കേട്ടോ. നമ്മൾ സാമ്പാർ പൊടി ഇട്ടിട്ട് ആ എണ്ണയിൽ തന്നെ മൂപ്പിച്ച് സാമ്പാർ അതിലേക്ക് ഒഴിച്ചെടുക്കട്ടെ. എന്നിട്ട് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കട്ടോ. കായപ്പൊടി സാമ്പാർ പൊടിയിലുണ്ട്, എന്നാലും നമുക്ക് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കട്ടോ. പിന്നെ ചെറിയൊരു ശർക്കരൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. സാമ്പാർ റെഡിയായി. ഇനി നമുക്കൊരു ചട്നി ഉണ്ടാക്കട്ടോ. ഇത് പച്ച കളറുള്ള ചട്നി കേട്ടോ. ഇതിലേക്ക് ഒരു ഇഞ്ചി കഷ്ണം, 2 കറിവേപ്പിലയും, ഒരു 1.5 മുളകാട്ട് ഇട്ടിട്ടുള്ളത്. നല്ല എരിവുള്ള മുളകാണ് ഇത്. നമുക്ക് ചുവന്ന ചട്നി ഉണ്ടാക്കട്ടോ. മുളകും പൊടി ഒന്ന് വറുത്തെടുത്തിട്ട് തേങ്ങയിലിട്ടിട്ട് ഇഞ്ചിയും ഇട്ടിട്ട് അരച്ചെടുക്കട്ടോ. എന്നിട്ട് കടുക് ഉലുവല്ല കടുകും ഉഴുന്ന് പരിപ്പും കറിവേപ്പിലിട്ടിട്ട് താളിച്ചൊഴിക്കട്ടോ. വെള്ള ചട്ടിനിയും ചുവന്ന ചട്ടിനിയും റെഡിയായി. നമുക്ക് കുറച്ച് ചിക്കനും റെഡിയാക്കട്ടോ ദോശയ്ക്ക്. അങ്ങനെ ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മസാലകളൊക്കെ ഇട്ടിട്ട് ചിക്കൻ്റെ റെസിപ്പി പിന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിന് മുന്നേ. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കട്ടോ. ഓരോ ദോശയും ചുട്ടെടുക്കട്ടെ. നമ്മൾ ചൂടോടെ കഴിക്കാനിരുന്നിട്ടാട്ടോ ചുടണത്. ബാങ്കൊക്കെ കൊടുത്തിട്ട് ചൂടോടെ ചുട്ടെടുത്ത ദോശയും 3 കറികളും കൂട്ടിയിട്ട് ചിക്കനും ഉണ്ട് കേട്ടോ. കൂട്ടിയിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റ് കേട്ടോ. 3 കറികൾ ഒരുമിച്ച് കൂട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കണ അതേ ഫീൽ നമുക്ക് തോന്നുള്ളൂ. ഓരോ ദോശയും ചൂടോടെ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ കഴിക്കാനിരിക്കുക കേട്ടോ. ചട്നി ഒഴിച്ചു, 2 ചട്നി ഒഴിച്ചു, സാമ്പാർ ഒഴിച്ചിട്ടോ. അങ്ങനെ ഞാനും കഴിച്ചിട്ടോ. ചിക്കനുണ്ട് കൂടെ. നമ്മൾ വത്തക്കൊണ്ട് റൂഹബ്സ ഒഴിച്ചിട്ട് പഞ്ചസാര ഇട്ട് പാൽ ഒഴിച്ച് കസ്കസ് പിന്നെ തേനും ഒഴിച്ച് റൂഹബ്സ ഇട്ടത് നമ്മളൊന്ന് തുറക്കാണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ കേട്ടോ. പിന്നെ അലീസ ഈത്തപ്പഴം ഇട്ടിട്ട് ഉണ്ടാക്കിയ അലീസയാണ് കേട്ടോ.